ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ലിയോയുടെ റെക്കോർഡ് മറികടന്ന് ലാലേട്ടൻ എമ്പുരാനിലൂടെ മലയാള സിനിമയിൽ തന്നെ പുതുചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ ഏത് നിലയിൽ നിൽക്കുന്നു ബുക്കിംഗ്, ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു, ഇനി ലിയോയുടെ റെക്കോർഡ് മറികടക്കാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കോടിയോട് അടുക്കുന്നു നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രീ സെയിൽ ബുക്കിംഗ്. 10 കോടി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. 10 കോടി അടുക്കുന്നു എന്ന് അറിഞ്ഞത് രാവിലെയാണ്. എന്നാൽ 10 കോടിക്ക് മുകളിലായിരിക്കുകയാണ്, അതായത് 2 ഡിജിറ്റ്സ് ആയിരിക്കുകയാണ് എന്നൊരു ക്ലൂ അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പുറത്ത് വന്നിട്ടുണ്ട്. പ്രീ ബുക്കിങ്ങിലൂടെ തന്നെ കേരള ബുക്കിംഗ് ഡബിൾ ഡിജിറ്റ് കടന്നിരിക്കുകയാണ്, അതായത് 10 കോടി കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി വെറും 2 കോടി രൂപയുടെ ആവശ്യം മാത്രമാണ് ഉള്ളത്. എന്നാൽ ഇനിയുള്ള 2 കോടി എത്തുക എന്നതാണ് ദുഷ്കരമായിട്ടുള്ള കാര്യം. കാരണം ഈ 2 കോടി എന്ന് പറയുന്നത് ഇപ്പം തന്നെ ടിക്കറ്റുകൾ കിട്ടാനില്ല. ആദ്യ ദിവസത്തെ ഷോ ഇനി ഷോ ആഡ് ചെയ്യണം. ഷോ ആഡ് ചെയ്താൽ മാത്രമേ ടിക്കറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ ഈ റെക്കോർഡ് മറികടക്കാൻ സാധ്യതയുള്ളൂ. അതിനിപ്പോൾ ഒരു പുതിയൊരു ക്ലൂ വന്നിട്ടുണ്ട്. കാരണം ആന്റണി പെരുമ്പാവൂരിനോട് ഒരു മോഹൻലാൽ ഫാൻ ചോദിച്ചിരിക്കുകയാണ്, ടിക്കറ്റ് ഇതിൻ്റെ ഷോ കൂട്ടണം, ഷോ കൂട്ടിയ ടിക്കറ്റ് ഇതുവരെ ആൾക്കാർക്കൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഷോ കൂട്ടണമെന്ന് ആന്റണി പെരുമ്പാവൂരിൻ്റെ ഫേസ്ബുക്കിൽ ഒരു കമന്റ് ഇട്ടതിന് ആന്റണി പെരുമ്പാവൂർ തന്നെ മറുപടി ഒരു ലൈക്ക് ചിഹ്നത്തിലൂടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ ഷോ ആഡ് ചെയ്യും. ഷോ ആഡ് ചെയ്യുന്നത് മാത്രമല്ല, ആ ഷോകളെല്ലാം ബുക്കിംഗും ആയിരിക്കും. കാരണം ഇപ്പോൾ തന്നെ ആളുകൾ കാത്തിരിക്കുകയാണ് 6 മണിക്കുള്ള ഷോയ്ക്ക് വേണ്ടി. അപ്പോൾ 6 മണിക്കുള്ള ഷോയും അന്നത്തെ ദിവസം തന്നെ കണ്ടു കിട്ടി അത്രയും ഭാഗ്യം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം അവർക്കെല്ലാം വേണ്ടി ഇനി ഉടനെ തന്നെ ഷോകൾ ഇനിയും ആഡ് ചെയ്യും. ഇനിയും ബുക്ക് ചെയ്തിട്ടില്ലാത്ത തിയേറ്ററുകൾ ഇനിയും ആഡ് ചെയ്യും. ഇനിയും ഷോ ആഡ് ചെയ്യാൻ പറ്റുന്ന ഇടത്തെല്ലാം ആഡ് ചെയ്യാനുള്ള ഒരു തത്രപ്പാടിലാണ് ആന്റണി പെരുമ്പാവൂർ ഇപ്പോഴെന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം എങ്ങനെയെങ്കിലും അവർക്ക് ലിയോയുടെ റെക്കോർഡ് മറികടക്കണം. ഇപ്പം പിന്നെ ചില കമന്റുകളിൽ പറയുന്നുണ്ട്, ഒരു അന്യഭാഷ നടൻ കേരളത്തിലിട്ട റെക്കോർഡാണ് മോഹൻലാലിന് മറികടക്കേണ്ടത് എന്ന് പറയുന്നതിന് നാണമില്ലെന്ന്. ഒരു നാണമില്ല. കാരണം ഒരു അന്യഭാഷ നടന് വന്ന് കേരളത്തിൽ റെക്കോർഡ് ഇടാമെങ്കിൽ അത് മറികടക്കണം ലാലേട്ടൻ എന്ന് പറയാൻ ഒരു നാണവുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിലാണ് എല്ലാ റെക്കോർഡുകളും വേണ്ടത്. കാരണം നമുക്ക് തമിഴ്നാട്ടിലൊന്നും ആദ്യം തന്നെ കളക്ഷനോ അല്ലെങ്കിൽ ഒരു ദിനത്തിലുള്ള കളക്ഷനിലോ ഒരിക്കലും ഒരു മലയാള സിനിമ എത്തിയിട്ടില്ല. അപ്പം തമിഴ്നാട്ടിലുള്ളൊരു നടൻ, ഞാൻ വിജയ് ഫാനാണ്, എന്നിട്ട് പോലും വിജയ്ക്ക് ഇവിടെ നമുക്ക് റെക്കോർഡ് ഇതിടുന്നതിലൊരു പ്രശ്നമില്ല. പക്ഷെ ലാലേട്ടൻ അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് തന്നെ ആദ്യത്തെ ദിവസത്തിൻ്റെ റെക്കോർഡ് നേടണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം അത് ഇത്രയും നല്ലൊരു സിനിമയ്ക്ക് അങ്ങനെ ഒരു റെക്കോർഡ് നേടാൻ പറ്റണം. കാരണം ഇനി ഇങ്ങനൊരു പടം വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നല്ല, ചിലപ്പം ഇനിയും വന്നിരിക്കാം. പക്ഷേ ഇങ്ങനൊരു സിനിമ വരുമോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. കാരണം ഇത്രയും ഹൈപ്പ് കിട്ടിയൊരു സിനിമ. കാരണം ലൂസിഫറിൻ്റെ 2ാം ഭാഗം, എമ്പുരാൻ, മോഹൻലാൽ, പൃഥ്വിരാജ്, ടോവിനോ, അങ്ങനെ ഇന്ദ്രജിത്ത്, അങ്ങനെ എത്രയോ നടന്മാരുള്ള ഇത്രയും ഹൈപ്പുള്ളൊരു സിനിമ ഇനി വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പൃഥ്വിരാജ് ഡയറക്ഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇനി ഇങ്ങനെ ഒരു ചിത്രം വരുന്ന കാര്യം സംശയമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ചിത്രത്തിന് മാത്രമേ ഇനി ലിയോയുടെ റെക്കോർഡ് മറികടക്കാൻ സാധിക്കുള്ളൂ. ഈ ഒരു മലയാള ചിത്രത്തിന് ലിയോയുടെ റെക്കോർഡ് മറികടക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഒരു മലയാള സിനിമയ്ക്കും ഈ ഒരു റെക്കോർഡ് മറികടക്കാനുള്ള സാധ്യത ഒരു 5 വർഷത്തേക്ക് ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയേണ്ടി വരും. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഞാൻ പറഞ്ഞതിലോട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? 2 ഡിജിറ്റ്സ് ആയിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം അവർ വെളി വിട്ടിട്ടുണ്ട്. അതായത് 10 കോടി കഴിഞ്ഞു. 10 കോടി കഴിഞ്ഞെങ്കിൽ ഇനി പറഞ്ഞ് 2 കോടി മാത്രമേ. അപ്പോൾ അവർ ഷോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 12 കോടിക്ക് മുകളിൽ കളക്ഷൻ പോകും. പക്ഷേ 15 കോടിയിൽ നിന്ന് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. കാരണം 15 കോടി എത്താനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. കാരണം ഇപ്പോൾ 10 കോടിയേ ആയിട്ടുള്ളൂ. ഇനി 2 കോടി എത്തണമെങ്കിൽ പോലും ഷോകൾ ആഡ് ചെയ്യണം. അപ്പോൾ എത്രത്തോളം ഷോകൾ ആഡ് ചെയ്താണ് 2 കോടി എത്തുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഇതുമില്ല. കാരണം അവർ 2 കോടി എന്തായാലും ഇനി അവർ പ്രീ സെയിലിലൂടെ ഇനി അവർ ഉറപ്പിക്കാൻ വേണ്ടി ഷോകൾ ആഡ് ചെയ്യും. അതെല്ലാം ബുക്കിങ്ങും ആയിരിക്കും. അപ്പോൾ എന്തായാലും 12 കോടിക്ക് വെളിയിൽ എമ്പുരാൻ ഉറപ്പായിട്ടും കളക്ഷൻ നേടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാതെ നമുക്ക് ഉറപ്പിച്ച് പറയാം. അപ്പോൾ മലയാളത്തിന് തന്നെയായിരിക്കും ഇത്തവണ കപ്പ്. ഓക്കെ, നന്ദി, നമസ്കാരം.